കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ മണ്ണാത്തിയേറ്റ് മലയിടിഞ്ഞു. കൂറ്റൻ പാറക്കല്ലുകൾ താഴേക്ക് പതിച്ചു. താഴ്വാരത്തെ 25 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി. മലയിൽ നിന്നും ഇനിയും കല്ലുകൾ പതിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കോഴിക്കോട് ജില്ലയിലും മഴക്കൊട്ടും ശമനമില്ല. അണമുറിയാതെ തോരാതെ അങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത് മഴ വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് താമരശ്ശേരിയിലെ കട്ടിപ്പാറയിലാണ്. ഇവിടെ ഈ മണ്ണാത്തിയേറ്റ് മലയുടെ ഒരു ഭാഗം ഇടിയുന്നൊരു സാഹചര്യം ഉണ്ടായി. മുകളിലെ അതായത് കല്ലുകളടങ്ങിയ കൂറ്റൻ കല്ലുകളടങ്ങിയ ഒരു ഭാഗമാണ് ഇപ്പോൾ താഴ്വാരത്തേക്ക് പതിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതുവഴിയുള്ള ഈ വഴിയിലുള്ള വാഹനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു ആളുകൾക്കൊക്കെ പോകുന്നതൊക്കെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് തന്നെ ഇടപെട്ട് അങ്ങോട്ടേക്കുള്ള വഴി ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ താഴ്വാരത്ത് 21 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആ കുടുംബങ്ങളെ അടക്കം ഇപ്പോൾ മറ്റു ബന്ധു വീടുകളിലേക്കുമൊക്കെ മാറി താമസിക്കാൻ നിർദ്ദേശമുള്ളത് കൊണ്ട് അവരെല്ലാം മാറി താമസിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ ഇനിയും ഇതിന്റെ ബാക്കി ഭാഗം കൂടെ ഒരു പക്ഷെ അടർന്നു വീണാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അപകട ഭീഷണിയാണ് എന്നുള്ളത് കൊണ്ടാണ് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. ചേട്ടൻ ഇവിടെ താമസക്കാരനാണോ? അതെ, താമസക്കാരനാണ്. ഇത് വീണത് രാവിലെ ഒരു 10 മണിക്കാണ്. നമ്മൾ നോക്കി നിൽക്കുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കല്ല് വീഴുന്നു, അതിൻ്റെ പുറകെ മരങ്ങൾ ഇങ്ങനെ പുറകെ ഉരുണ്ട് പോരുകയാണ്. പക്ഷേ അത് നല്ല ശക്തിയിലാണ് വന്നത്. പക്ഷേ താഴേക്ക് എത്തിയിട്ടില്ല. അവിടെ നിന്നൊരു 50-100 മീറ്റർ താഴെ വരെ വന്നിട്ടുള്ളൂ. അതിൻ്റെ താഴേക്ക് പോരണമെങ്കിൽ അതിനേക്കാളും വലിയ കല്ല് വന്നാലേ പിന്നെ താഴേക്ക് പോരാൻ സാധ്യതയുള്ളൂ. കല്ലുകളും മരങ്ങളുമാണ് പോന്നിരിക്കുന്നത്. ഈ കല്ല് വന്ന് അടിച്ചിട്ട് മരങ്ങൾ മുഴുവൻ താഴേക്ക് മറിഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെയാണ് കല്ല് വന്ന് കിടക്കുന്നത്. വീടുകൾക്ക് ഭീഷണി ഇപ്പോൾ ഇല്ല. ഇനി അതിനേക്കാളും വലിയ കല്ല് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് വീടിന്റെ പുറകുവരം എത്താൻ സാധ്യതയുണ്ട്. സ്കൂളിൽ ക്യാമ്പ് അടക്കം ഒരുക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകുമെന്നും പഞ്ചായത്ത് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഈ 21 വീടുകളിലെ കുടുംബങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ബന്ധു വീടുകളിലേക്ക് പോകാൻ പറ്റുന്ന ആളോട് പോവുക, ഇല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഇവിടെ സ്കൂളിൽ UP സ്കൂളിൽ അതിന് ക്യാമ്പുള്ള സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് സുഖമില്ലാത്ത ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി വാഹന സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയൊരു ആശങ്കയുടെ സ്ഥിതിവിശേഷം ഈ പ്രദേശത്തുണ്ടോ? ഇങ്ങനെ തീർച്ചയായിട്ടും ആളുകൾ എല്ലാവരും രാവിലെ തന്നെ ഈ 10 മണിയോട് നടന്നിട്ടുള്ള ഈ ഒരു സംഭവം ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു പ്രദേശത്തെ ഇത് കട്ടിപ്പാറ എന്ന് പറയുന്ന പ്രദേശം തന്നെ 4 മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ എവിടെയാണെങ്കിലും അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ പഞ്ചായത്ത് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണവും ചെയ്തിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അടക്കം ഇതിൽ വലിയ ഇടപെടലുകൾ നടത്തി ആ അപകട ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ സമാധാനത്തോടുകൂടി ഇവിടെയുള്ള ആളുകൾക്ക് താമസിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. തുടർ ദിവസങ്ങളിലും ഇതേ ആശങ്ക തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോം ടി കെക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.